CRP ഫൈറ്റ് ക്ലബ്ബ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ ഉത്തര കർണാടകത്തിലെ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്ന ഹംപിയെക്കുറിച്ചാണ്. ഹുബ്ലിയിൽ നിന്ന് ഏകദേശം 163 കിലോമീറ്റർ കിഴക്കും ബെല്ലാരിയിൽ നിന്ന് ഏകദേശം 65 കിലോമീറ്റർ വടക്ക് പടിഞ്ഞാറുമായി തുംഗഭദ്ര നദിയുടെ തെക്കേക്കരയിലാണ് ഈ ഹംപി എന്ന നഗരം സ്ഥിതി ചെയ്യുന്നത്. കർണാടകയിലെ ഹൊസപ്പേട്ട് വഴിയും ഹംപിയിലെത്താം. വിജയനഗര സാമ്രാജ്യത്തിൻ്റെ ചരിത്രാവശിഷ്ടങ്ങളൊക്കെ ചിതറിക്കിടക്കുന്ന ഒരു സ്ഥലമാണ് ഈ ഹംപി. തുംഗഭദ്ര നദിയുടെ തീരത്ത് നിർമ്മിച്ചതിനാൽ നദിയുടെ പുരാതനമായ പേരായ പമ്പ എന്ന പേരിലാണ് ഈ ഹംപി ആദ്യ കാലഘട്ടങ്ങളിൽ അറിയപ്പെട്ടിരുന്നത്. വീരഭക്ഷ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഇന്നത്തെ ഈ ഗ്രാമം വിജയനഗരത്തിൻ്റെ കാലത്തിന് ശേഷവും ഒരു പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രമായി തുടരുന്നു. ഇത് പുരാതന നഗരത്തിലെ നിരവധി ചരിത്ര സ്മാരകങ്ങൾ ഈ ഹംപിയിലുണ്ട്. യുനെസ്കോയുടെ ലോക പൈതൃക കേന്ദ്രങ്ങളുടെ പട്ടികയിൽ ഹംപിയെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഹംപിയെക്കുറിച്ചുള്ളൊരു വീഡിയോ നമുക്ക് ഒരു എപ്പിസോഡിലോ 2 എപ്പിസോഡോ ഒതുക്കാൻ കഴിയുന്നതല്ല. കാരണം അത്രത്തോളമുണ്ട് ഹംപിയിൽ കാണാനും അറിയാനുമായിട്ട്. മണ്ണിനടിയിൽ പോയതും അത് വീണ്ടെടുക്കപ്പെട്ടതുമായ ഒരുപാട് ചരിത്രങ്ങൾ അടങ്ങുന്ന ഒരു സ്ഥലമാണ് ഈ ഹംപി. ഹിന്ദു പുരാണ ഐതിഹ്യങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ചരിത്ര സ്ഥലം കൂടിയാണ് ഹംപി. ഇന്നത്തെ ഈ എപ്പിസോഡിൽ നമ്മൾ പറയാൻ പോകുന്നത് മാതംഗ ഹിൽസിനെ കുറിച്ചാണ്. ഹംപിയിലെ വീരഭക്ഷ ക്ഷേത്രത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വലിയൊരു പർവ്വതമാണ് ഈ മാതംഗ പർവ്വതം. വീരഭക്ഷ ക്ഷേത്രത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു വലിയൊരു മാർക്കറ്റ്, പുരാതനമായ ഒരു മാർക്കറ്റ് കാണാം. അതിനുള്ളിൽ കൂടെ നമ്മൾ നടന്ന് പഴയ കാട് വഴികളിലൂടെയൊക്കെ നടന്നു വേണം മുകളിലെത്താൻ, മാതംഗ ഹിൽസിലെത്താൻ. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ വേറെ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്, പാറ അടിക്കിയതും. പക്ഷേങ്കിൽ ഞങ്ങൾ പോയപ്പോൾ ഞങ്ങൾ ആ കാട്ടുവഴിയിലൂടെയാണ് ഈ മല കയറി മുകളിലെത്തിയത്. ഇതാണ് ആ മാതംഗ ഹിൽസിൻ്റെ മുകളിലുള്ള ദൃശ്യം. അപ്പോൾ ഞങ്ങൾ തലേന്ന് രാത്രി ഒരു 10-10:30 ആയപ്പോൾ ഹംപിയിൽ എത്തിയിരുന്നു. ഹംപിയിൽ നമുക്ക് മെയിൻ റോഡിൽ നിന്ന് ഹോസ്പിറ്റലിൽ നിന്ന് വരുമ്പോൾ ഒരു മെയിൻ എൻട്രി ഗേറ്റ് കാണാം, വലിയൊരു ആർച്ച് കാണാം. അപ്പോൾ അവിടെ ഞങ്ങൾ രാത്രി വന്നപ്പോൾ തന്നെ അവിടെ കുറേ ആളുകളൊക്കെ ഇങ്ങനെ കൂടിയിരിപ്പുണ്ട്. അപ്പം നമ്മളുടെ വാഹനങ്ങളൊക്കെ കാണുമ്പോൾ അവർ ഓടി വരും, ഓരോരുത്തർ റൂം വേണമോ എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് വരാറുണ്ട്. അപ്പം അതിൽ നിന്ന് ഒരു അവിടുത്തെ താമസിക്കുന്ന ഒരു വ്യക്തി, അവർക്ക് വേറെ 2-3 ചെറിയ ചെറിയ വീടുകളൊക്കെ ഉണ്ട്. ഇവിടെ എല്ലാവരുടെയും ഒരു ചെറിയ വരുമാനം കൂടി ഇതാണ്. അവിടെ ഒരു വീടുകൾ വാടകയ്ക്ക് റെൻറ്റിന് കൊടുക്കുക, അവർക്കൊരു മുറി, അങ്ങനെയുള്ള 2 മുറിയുടെ അങ്ങനെയുള്ള കുറച്ച് ചെറിയ ചെറിയ വീടുകളൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ അതിനകത്തൊരു വീടാണ് റെൻറ്റിനെടുത്തത്. ഞങ്ങൾക്ക് അവർ ചോദിച്ചത് 2500 ആയിരുന്നു. പക്ഷേ ഞങ്ങൾക്കത് 1500 ലാസ്റ്റ് അത് സമ്മതിച്ചു. അങ്ങനെ ഞങ്ങൾ ആ റൂമിൽ സ്റ്റേ ചെയ്തിട്ട് രാവിലെ ഒരു 4:30 ആയപ്പം ഇവിടെ വന്ന്. അപ്പം ഇരുട്ട് കാരണം മുകളിലോട്ട് കയറാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. വേറെ ആരുമില്ല, ഞാനും ഫാമിലിയും മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്തു, ഒരു 5 മണി വരെ വെയിറ്റ് ചെയ്തിട്ടും ഇരുട്ട്, ആരും വരുന്നുമില്ല. പിന്നെ ഞങ്ങൾ തന്നെ മൊബൈലിൻ്റെ ടോർച്ചൊക്കെ വെച്ച് മുകളിലെത്തിയതാണ്. ഈ ഹംപിയിലെ ഏറ്റവും ഉയരം കൂടിയ ഒരു വ്യൂ പോയിൻ്റ് കൂടിയാണ് ഈ മാതംഗ പർവ്വതം. രാമായണത്തിൽ ഇത് മാതംഗമുനിയുടെ വാസസ്ഥലമായിട്ടാണ് അറിയപ്പെടുന്നത്. ഇവിടുത്തെ ഒരു ഐതിഹ്യം എന്നത്, ഒരിക്കൽ വാനരരാജാവായ ബാലി രാക്ഷസനായ ദുന്ദുബിയെ കൊന്ന് ആ മൃതദേഹം ഈ മലയിലോട്ട് വലിച്ചെറിയുകയും അതിനാൽ കോപിതനായ മാതംഗ മഹർഷി ബാലിയെ ഇനി ഒരിക്കലും ഈ മല ചവിട്ടാൻ സാധിക്കില്ല എന്നും ശപിക്കുകയുണ്ടായി. അതിനുശേഷം ദുന്ദുബിയുടെ മകനായ മായാവി ബാലിയോട് പ്രതികാരം ചെയ്യാനായി വന്നപ്പോൾ ബാലി മായാവിയെ ഒരു ഗുഹയിലോട്ട് ഓടിച്ച് കയറ്റി അനിയൻ സുഗ്രീവനെ അവിടെ കാവൽ നിൽക്കാൻ ഏൽപ്പിച്ചു. എന്നാൽ കുറേ അധികം സമയം കഴിഞ്ഞിട്ടും ബാലിയെ കാണാതായപ്പോൾ സുഗ്രീവൻ ബാലി മരിച്ചു എന്ന് കരുതി ആ ഗുഹ അടച്ചു പോവുകയും ചെയ്തു. അവസാനം എങ്ങനെയൊക്കെയോ പുറത്തു വന്ന ബാലി സുഗ്രീവനെ കൊല്ലാനായി ഓടുകയും എന്നാൽ ഹനുമാന്റെ സഹായത്തോടു കൂടി സുഗ്രീവൻ മാതംഗ പർവ്വതം കയറുകയും ബാലിയെ താഴെ വെച്ച് രാമൻ നിഗ്രഹിക്കുകയും ചെയ്തു എന്നാണ് ഇവിടുത്തെ ഒരു ഐതിഹ്യം. അതിനുശേഷം സുഗ്രീവന് തൻ്റെ രാജപദവി തിരിച്ചേൽപ്പിക്കുകയും ചെയ്തു എന്നാണ് ഇവിടുത്തെ ഒരു ഐതിഹ്യം പറയുന്നത്. നമ്മൾ ആദ്യം ഈ കുന്നിൻ്റെ മുകളിൽ കയറി വന്നപ്പോൾ കണ്ട ക്ഷേത്രമാണ് ഇവിടുത്തെ വീരഭദ്ര ക്ഷേത്രം എന്നറിയപ്പെടുന്നത്. അന്നത്തെ പുരാണ കാലത്ത് ശിവൻ്റെ മൂർത്തിഭാവമാണ് വീരഭദ്രൻ എന്നറിയപ്പെടുന്നത്. 14, 15, 16 നൂറ്റാണ്ടുകളിൽ ദക്ഷിണേന്ത്യൻ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ കാലത്ത് മാതംഗ കുന്നിൽ കൂടുതൽ ഹിന്ദു ക്ഷേത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ അവയിൽ പലതും നശിപ്പിക്കപ്പെടുകയും അതെല്ലാം മൺമറഞ്ഞു പോവുകയും ചെയ്തിട്ടുണ്ട്. ഇത് അതിനുശേഷം ബ്രിട്ടീഷുകാരുടെ കാലത്താണ് ഇത് കുറേയൊക്കെ വീണ്ടെടുക്കപ്പെട്ടത്. 1800 ബ്രിട്ടീഷ് ഭരണകാലത്താണ് മൺമറഞ്ഞുപോയ ഹംപിയെ കുറിച്ചുള്ള കൂടുതൽ കണ്ടെത്തലുകൾ നടന്നത്. 1986 മുതൽ ഇത് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഖരരൂപത്തിലുള്ള ഈ പാറകൾ കണ്ടെത്തിയത് ഈ മാതംഗ മലനിരകളിലാണ്. ഈ പാറകൾക്കൊക്കെ നിറം മഞ്ഞ കളറാണ്. നൂറ്റാണ്ടുകളായി ഹിന്ദുമതത്തിൻ്റെ ഒരു പുണ്യസ്ഥലമാണ് ഈ മാതംഗ കുന്നും അതിന് ചുറ്റുവട്ടത്തുള്ള ഹംപി, ഈ സ്ഥലങ്ങൾ മൊത്തവും. ആ കാണുന്നതൊക്കെയാണ് അന്നത്തെ കാലത്തെ അവിടുത്തെ ബസാറുകൾ, പഴയ മാർക്കറ്റുകളൊക്കെയാണ് ആ കുന്നിൻ്റെ മുകളിൽ നിന്നും നമ്മൾ കണ്ടത്. പിന്നെ ഇതുകൂടാതെ ഈ കുന്നിൻ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ അച്യുതരായ ക്ഷേത്രവും പിന്നെ വിഷ്ണു ഹനുമാൻ ടെമ്പിളുകളൊക്കെ നമുക്ക് കാണാൻ കഴിയും. നമ്മൾ പറഞ്ഞല്ലോ, ഈ ഒരു
മാതങ്ക ഹിൽസിൻ്റെ താഴ്ഭാഗത്താണ് അന്നത്തെ കാലത്തെ ഏറ്റവും വലിയ ബസാറായിരുന്ന ബിഗ് ബസാർ, ഏറ്റവും വലിയ ചന്ത സ്ഥിതി ചെയ്തിരുന്നത് ആ ഒരു മാതങ്ക ഹിൽസിൻ്റെ താഴ്വശത്താണ്. അവിടെ തന്നെയാണ് അച്യുതരായ ടെമ്പിൾ, അച്യുതരായ മാർക്കറ്റ് മുതലായവ നിലനിന്നിരുന്നത്. അതിൻ്റെയൊക്കെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും ഉണ്ട്. അതൊക്കെ നമുക്കൊരു സെക്കൻഡ് എപ്പിസോഡിൽ കാണിക്കാം. കാരണം ഒരുപാടുണ്ട് കാണാൻ. ഒരുപാടുണ്ടെന്ന് വെച്ചാൽ നമുക്കത് എത്ര കണ്ടാലും തീരത്തില്ല. അത്രത്തോളമുണ്ട് ഈ ഹംപിയെക്കുറിച്ചുള്ള കാഴ്ചകളും അവിടുത്തെ വിശേഷങ്ങളും. ഈ ഹിസ്റ്റോറിക്കൽ പരമായിട്ടും പുരാതന കാലത്തെ ഹിന്ദു മതാചാരപ്രകാരമുള്ള ഒരുപാട് ഐതിഹ്യങ്ങൾ മൺമറഞ്ഞ് കിടക്കുന്നൊരു സ്ഥലമാണ് ഈ ഹംപിയും അതിന് ചുറ്റുപറ്റിയുള്ള സ്ഥലങ്ങളും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആദ്യം പറഞ്ഞത്, ഈ ഒറ്റ വീഡിയോയിലായിട്ട് ഈ ഒരു ഹംപി എപ്പിസോഡ് നമുക്ക് ഉൾക്കൊള്ളിക്കാൻ കഴിയത്തില്ല വീഡിയോയിൽ. ഇത് നമ്മൾ ഹംപിയെപ്പറ്റി പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്. ആ കുന്നിൻ മുകളിൽ കാണുന്നതാണ് നമ്മൾ മാതങ്ക ഹിൽസിൻ്റെ മുകളിലുള്ള വീരഭദ്ര ടെമ്പിൾ. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുന്നു. അപ്പോൾ ഹംപിയെക്കുറിച്ചുള്ള കൂടുതൽ വീഡിയോസും ചിത്രങ്ങളുമായിട്ട് നമ്മൾ അടുത്തൊരു എപ്പിസോഡുകളിലൂടെ നമ്മൾ എല്ലാവരിലും എത്തിക്കുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു. നന്ദി, നമസ്കാരം.